ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജനുവരി 27 2026 ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസമാണ്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ ഒരു ലോങ് വീക്കെൻഡിന് ശേഷം 3 ദിവസത്തെ വീക്കെൻഡിന് ശേഷമാണ് ഇന്ന് വ്യാപാരം തുടർന്നത്. സോ ഒരു പോസിറ്റീവ് ട്രിഗറോട് കൂടിയാണ് വ്യാപാരം ആരംഭിച്ചത്. കാരണം പ്രത്യേകിച്ചും ഈ 3 ദിവസത്തെ വീക്കെൻഡിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് കമൻസുകളൊന്നും തന്നെ ലോക ലെവലുകളിൽ അല്ലെങ്കിൽ ആഗോള ലെവലുകളിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, യൂറോപ്പ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീലിൽ സൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇത് യാഥാർത്ഥ്യമാവുക അടുത്ത വർഷത്തോടു കൂടിയായിരിക്കും. സോ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടായിരുന്നു. അതിന് പുറമെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും നമുക്ക് എക്സ്ട്രാ ചുമത്തിയിരുന്ന 25% പിഴച്ചുങ്കം, അതായത് എക്സ്ട്രാ താരിഫ്, റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള എക്സ്ട്രാ താരിഫ് റിഡ്യൂസ് ചെയ്യും എന്നുള്ള ഒരു തരത്തിലുള്ള കമൻറ്റ് സ്കോട്ട് ബെൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതൊരു പോസിറ്റീവ് ട്രിഗർ ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പോട് കൂടി വന്നു. പിന്നീട് ഒരു സ്ലിപ്പ് മാർക്കറ്റിൽ കണ്ടു. 25,000 താഴെ നിഫ്റ്റി വന്നു. 4,930 വരെ നിഫ്റ്റി വന്നു. നമ്മുടെ രാവിലത്തെ അപ്ഡേറ്റ്സിൽ 24,900 to 25,000 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആവുമെന്ന് വീക്ക്ലി പോഡ്കാസ്റ്റിലും ഡെയിലി അപ്ഡേറ്റ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ നമ്മൾ ആ ഒരു മെസ്സേജ് എല്ലാവർക്കും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 24,932 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണിൽ നിന്നാണ് മാർക്കറ്റ് റിക്കവറിയിലേക്ക് വന്നത്. സോ കണ്ടിന്യൂസ്ലുള്ള ഷാർപ്പ് റിക്കവറി ആയിരുന്നു. അവസാന മണിക്കൂറുകളിലാണ് ആ റിക്കവറി വന്നത്. പ്രത്യേകിച്ചും ഇന്ന് വീക്കിലി എക്സ്പയറി കൂടിയായിരുന്നു. സോ വീക്കിലി എക്സ്പയറി ഉള്ളതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും റോൾ ഓവറും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ഡാറ്റ വെച്ച് നമുക്ക് കൃത്യമായിട്ടും സപ്പോർട്ട് സോൺ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നാളത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യാൻ സാധ്യത 24,900 to 25,000 തന്നെയാണ്. അതേസമയം 25,300 to 25,400 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്തേക്കാം. നാളെ മുതൽ ഫെബ്രുവരി സീരീസ് ആരംഭിക്കുകയാണ്. സോ ഫെബ്രുവരി സീരീസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നാളെ മുതൽ അങ്ങോട്ടാണ് നമുക്ക് റോൾ ഓവർ ഡാറ്റ പരിശോധിച്ച ശേഷം പറയാൻ സാധിക്കുള്ളൂ. ഇന്ന് നിഫ്റ്റി ഏറ്റവും കൂടുതൽ താഴോട്ടേക്ക് വലിച്ചത് ഓട്ടോ സെക്ടറാണ്. ഒരു തരത്തിൽ മറ്റുള്ള ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവായിരുന്നു. പക്ഷേ ഓട്ടോ ഇൻഡെക്സ് നെഗറ്റീവിലേക്ക് വന്നു. പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് 110% നിന്നും 40% ഇറക്കുമതി ചുങ്കം കുറക്കും എന്നുള്ള വാർത്തയാണ്. ഇത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അടക്കമുള്ള ഓഹരികളിൽ ഒരു സെല്ലിംഗ് വന്നു. ഇന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഓഹരികളിൽ നിഫ്റ്റിയിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ 25 പോയിൻറ്റിൻ്റെ ക്രാഷ് വന്നിരിക്കുന്നത് ഏകദേശം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയോട് കൂടി മാത്രമാണ്. HDFC ബാങ്ക്, ആക്സിസ്, ICICI ബാങ്ക്, വീക്കെൻഡിൽ വന്ന ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട്, അതുപോലെ അൾട്രാടെക് സിമെൻറ്റിൻ്റെ റിസൾട്ട്, രണ്ടും നിഫ്റ്റിയിൽ നിന്നുള്ള കമ്പനികളാണ്. ഈ കമ്പനികളിൽ നിന്ന് വന്ന റിസൾട്ടുകൾ വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് എഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ആ ഒരു സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷനാണ് നിഫ്റ്റിയെ മുകളിലേക്ക് നയിച്ചിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്ക്, ആക്സിസ്, ICICI, SBI, ഈ 4 ബാങ്കുകളാണ് നിഫ്റ്റിയെ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് വലിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ വോളറ്റാലിറ്റി തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ബജറ്റ് എന്ന് പറയുന്ന വലിയ